ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണുന്നത് സോഡ് ആർട്ട് ഓൺലൈൻ എന്നൊരു അടിപൊളി ആനിമയുടെ സീസൺ 1 എപ്പിസോഡ് 1. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇതിനൊന്ന് ലൈക്ക് കൊണ്ട് ചെയ്യുക. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണുന്നത് കുറേ പേര് ഒരു സാധനം വാങ്ങാൻ വേണ്ടി തടിച്ചുകൂടി നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡ് ആർട്ട് ഓൺലൈൻ എന്നൊരു വീഡിയോ ഗെയിമാണ്. നമ്മുടെ കഥയുടെ പേര് സോഡ് ആർട്ട് ഓൺലൈൻ എന്ന് തന്നെയാണ്. നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത്, നമ്മുടെ ഹീറോയുടെ പേര് കിറിറ്റോ എന്നാണ്. നമ്മുടെ ഹീറോ സാധാരണ വ്യക്തിയല്ല, ബീറ്റ ടെസ്റ്ററാണ്. ബീറ്റ ടെസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഗെയിംസും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അത് ചെക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിക്കുള്ള ഗെയിമിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനിപ്പോൾ നെർവിയർ എന്ന സിസ്റ്റത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ആ സോഡ് ആർട്ട് ഓൺലൈൻ എന്ന വീഡിയോ ഗെയിമിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക. ഈ ഗെയിമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഗെയിമിൽ സാധാരണ ഒരു ജീവിതം ജീവിക്കുന്ന പോലെ തന്നെ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ടൈം 12:55 ഗെയിമിലേക്ക് കയറാൻ സമയമായിട്ടുണ്ട്. അതായത് 1 മണിക്ക് തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഹീറോ ആ നെർവിയറൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുകയാണ് ആ ഗെയിമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. ഇവനിത് ആദ്യമേ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ അവൻ അറിയായിരിക്കും. ലോഗിൻ പാസ്വേഡ് യൂസർ നെയിമൊക്കെ അടിച്ചു കൊടുത്ത് അവൻ ആ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ കയറിയവിടെ യെസ്, ഞാൻ വീണ്ടും ഈ ഗെയിമിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, അതായത് ഈ വേൾഡിലേക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അതൊരു ലോകം പോലെ തന്നെയാണ്. അവൻ നേരിട്ട് ആ ഗെയിമിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, അതായത് അതൊരു വേറെ യൂണിവേഴ്സിലെത്തിയ പോലെ. ഇവിടെ വെച്ചാണ് നമ്മുടെ ഗെയിമിൻ്റെ നമ്മുടെ ഈ സീരീസിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. സോഡ് ആർട്ട് ഓൺലൈൻ എന്ന ഗെയിം ഇനി മുഴുവനായിട്ടും ഈ ഗെയിമിനുള്ളിലായിരിക്കും നമുക്ക് ഈ സീരീസ് കാണാൻ പറ്റുന്നത്. അവിടെ കുറേയധികം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡ്സിനാണ്. അതായത് കുറേയധികം കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് മെയിനായിട്ടുള്ള സംഭവം. നമ്മുടെ ഹീറോ പെട്ടെന്ന് തന്നെ ഓടുവാണ്. ആ സമയത്ത് വേറെ ആരോ പുറകെ നിന്ന് വിളിക്കുകയാണ്, ഹായ്, നിങ്ങളാണോ ബീറ്റ ടെസ്റ്ററായിട്ടുള്ള കിറിറ്റോ? അതെ, ഞാൻ തന്നെയാണ് എന്ന് കിറിറ്റോ തിരിച്ചു പറയാണ്. അവൻ പറയാണ്, പ്ലീസ് എന്നെ ഈ ഗെയിം കളിക്കാൻ പഠിപ്പിക്കുമോ, ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഗെയിമൊക്കെ കളിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ കിറിറ്റോ വരാണ് ഓക്കെ എന്ന്. എൻ്റെ പേര് ക്ലെയിൻ എന്നുകൂടി അവൻ പറഞ്ഞ് അവൻ എന്നോട് എന്താണ്. പിന്നെ കാണിക്കുന്നത് കിറിറ്റോ ക്ലെയിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവനവിടെ ഒരു പന്നിയുടെ ഇന്ന് കുത്തുകിട്ടി അവിടെ താഴ്ത്തി കൊണ്ട് വേദനിച്ച പോലെ കാണിക്കുകയാണ്. കിറിറ്റോ വരാണ്, ഈ വേൾഡിൽ നിനക്ക് വേദന ഒന്നും ഉണ്ടാവില്ല എന്ന്. കിറിറ്റോ ആ പിഗിനെ ഒന്ന് അറ്റാക്ക് ചെയ്ത് കാണിക്കുകയാണ്. അത് കണ്ട് ക്ലെയിനും കോൺഫിഡൻസിലാണ്. അങ്ങനെ ക്ലെയിന് അവൻ്റെ സോഡ് ആർട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്ന് കിറിറ്റോ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ക്ലെയിന് അവൻ്റെ സോഡ് ആർട്ട് ഉപയോഗിച്ച് ആ പന്നിയെ അങ്ങ് കൊല്ലുകയാണ്. അതായത് ആ ഗെയിമിൽ ആ പന്നിയെ ഡിഫീറ്റ് ചെയ്യാണ്. ഞാൻ ഈ ക്ലെയിനെ കെവിൻ എന്നായിരിക്കും കേട്ടോ പറയുക. കെവിൻ പറയാണ്, ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് തന്നെ ഈ ഗെയിം കളിക്കാൻ പഠിച്ചല്ലോ എന്ന്. കിറിറ്റോ ആ സമയത്ത് പറയാണ്, നീ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ബീസ്റ്റിനെ ഡിഫീറ്റ് ചെയ്തത്, അതുകൊണ്ട് കൂടുതലൊന്നും സന്തോഷിക്കണ്ടെന്ന്. ഇത് കേട്ട കെവിനാണെങ്കിൽ ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. നല്ല അടിപൊളിയല്ലേ നിന്നെ സ്വന്തം ബോഡി ഉപയോഗിക്കാതെ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് കിറിറ്റോ. അപ്പോൾ കെവിൻ പറയാണ് അതേന്ന്. കിറിറ്റോ വീണ്ടും പറയാണ്, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാലോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അവർ വേറൊരു സ്ഥലത്തിരിക്കുന്നതാണ്. എനിക്കൊരിക്കലും ഇതൊരു ഗെയിമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാണ് കെവിൻ. അതെ എന്നും കിറിറ്റോയും പറയാണ്, ഈ ജനറേഷനിൽ ജനിക്കാൻ പറ്റിയത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഏത് ബുദ്ധിരാക്ഷസനാണാവോ ഈ ഗെയിം കണ്ടുപിടിച്ച് എന്ന് ചോദിക്കുകയാണ് കെവിൻ. അങ്ങനെ അവരവിടെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് കെവിൻ പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഗെയിം കളിക്കുന്നത്. SAO അതായത് സോഡ് ആർട്ട് ഓൺലൈൻ എന്ന ഗെയിം പുറത്തിറങ്ങിക്കൊണ്ട് മാത്രമാണ് ഞാൻ നെർവ് ഗെയിം പോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെയുള്ള ഒരു ഗെയിമിൽ കയറുന്നത്. എൻ്റെ എക്സ്പീരിയൻസും അടിപൊളിയാണ് എന്ന് പറയാണ് കെവിൻ. കിറിറ്റോ പറയാണ്, ഞാൻ കുറേ കാലമായിട്ട് ഈ ഗെയിം കളിക്കുകയാണ്. ഞാൻ ഇതിലുള്ള കുറേയധികം സ്കിൽസ് അൺലോക്ക് ചെയ്തിട്ടുണ്ട്, അതായത് എനിക്ക് കുറേയധികം സ്കിൽസ് അറിയാം എന്ന് പറയാണ് കിറിറ്റോ കെവിനോട്. കെവിൻ പറയാണ്, എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആകെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. കിറിറ്റോ പറയാണ്, നീ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും നിനക്കും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ്. ആ സമയത്താണ് കെവിൻ ചിന്തിക്കുന്നത്, അവൻ്റെ പിസയും ബർഗറും അവൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പം തന്നെ എത്തും. അവിടെ അവൻ നേരെ വീട്ടിലോട്ട് പോയിട്ടില്ലെങ്കിൽ വീട്ടിലുള്ളവർ അവൻ്റെ പിസയും ബർഗറൊക്കെ കഴിച്ചു തീർക്കുമെന്ന് പറഞ്ഞ് ആകെ ടെൻഷനാവാണ്. നമുക്കിനി പിന്നീട് കാണാം എന്ന് പറയാണ് കെവിൻ. എനിക്ക് ഇനിയും കൂടുതൽ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം. ഇനിയും കുറേയധികം ഇതുപോലത്തെ ഗെയിംസൊക്കെ കളിക്കണം. എനിക്ക് ഗെയിം നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ലോഗൗട്ട് അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവിടെ ലോഗൗട്ട് സെക്ഷനില്ല. അവനാണെങ്കിൽ അവിടെ കടന്ന് ആർത്ത് വിളിക്കുകയാണ്, ഇതിൻ്റെ ലോഗൗട്ട് സെക്ഷൻ എവിടെ എന്ന് ചോദിച്ച് അവിടെ കടന്ന് ആർക്കാണ്. അത് കണ്ട്
കെവിൻ അല്ല കിറിറ്റോയും ലോഗോഡ് സെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുകയാണ്. സോ ആ സമയത്ത് കിറിറ്റോക്കും ലോഗോഡ് സെക്ഷൻ കാണാൻ പറ്റുന്നില്ല. സോ കിറിറ്റോ പറയാണ്, ഞാനിത് ബീറ്റാ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ലോഗോഡ് സെക്ഷനൊക്കെ കാണാൻ പറ്റുന്നല്ലോ, ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന്. സോ കിറിറ്റോക്ക് മനസ്സിലാവാണ് ആരോ പുറത്തുനിന്ന് എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയതെന്ന്. സോ കാര്യം കിറിറ്റോ കെവിനോടും പറയുന്നുണ്ട്. സമയം 5:25 എന്ന് കിറിറ്റോ പറഞ്ഞതും കെവിൻ ആ ടെൻഷനായിട്ട് പറയാണ്, എൻ്റെ PCയും പറയുക എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ കടന്നാകെ ടെൻഷൻ അടിക്കുകയാണ്. സോ ഇത് കണ്ട് കിറിറ്റോ പറയാണ്, നീ അടങ്ങ്, നമുക്കെന്തായാലും എങ്ങനെയും നിന്ന് പുറത്തിറങ്ങാൻ നോക്കണം എന്ന് പറയാണ്. നമുക്കിനി ഒന്നും ചെയ്യാനാവില്ല, നമ്മുടെ ബോഡിയൊക്കെ റിയൽ വേൾഡിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ വേൾഡിലുള്ള ബോഡീസൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ നമ്മളെന്തായാലും മരിച്ചു പോകും. സോ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള എന്തെങ്കിലും വഴി നോക്കണം എന്ന് പറയാണ് കിറിറ്റോ. സോ ഇതൊന്നും കണ്ട് വിശ്വസിക്കാനാവുന്നില്ല കെവിൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഗെയിം കളിക്കുന്നതും വന്നപാടെ തന്നെ ഇമ്മാതിരി ഒരു പണിയിലെത്തിയത്. പക്ഷേ ആ സമയത്ത് തന്നെ അവർ വേറൊരു സ്ഥലത്തേക്ക് സ്പോണാവാണ്. അവിടെ കുറേ പേര്, അതായത് ഈ ഗെയിം കളിക്കുന്ന എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവർക്ക് രണ്ടുപേർക്കും കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ എല്ലാവരും അവിടെ ഉണ്ട്. സോ പെട്ടെന്ന് അവിടേക്ക് വിചിത്രമായ മുഖംമൂടിയൊക്കെ ഇട്ട് ഒരാൾ, അതായത് വലിയൊരാൾ അവിടെ മുകളിലായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. സോ എല്ലാവരും അതാരാണെന്ന് നോക്കുകയാണ്. സോ കിറിറ്റോയും കെവിനും അവിടെ കൂട്ടത്തിലുണ്ട്. സോ അവർ നോക്കുന്ന സമയത്ത് ആകാശമൊക്കെ ആകെ ഇരുണ്ട് ചുവന്ന കളറിൽ നിൽക്കുകയാണ്. സോ അവിടെ എല്ലാവരുടെയും ഐഡിയും കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആൾ വന്ന പാടെ തന്നെ പറയാണ്, എല്ലാവർക്കും എൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം, എൻ്റെ പേര് കയാബോ അക്കിഹിക്കോ. സോ നമുക്കിനി കയാബോ എന്ന് വിളിക്കാം കേട്ടോ, കാരണം പേര് പറയാൻ കുറച്ച് പാടാണ്. സോ കയാബോ പറയാണ്, ഞാനാണ് പറയാൻ കാരണം ഞാൻ മാത്രമേ ഇനി ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇവിടെ ഉള്ളൂ എന്ന്. സോ നിങ്ങളെല്ലാവരും നോട്ടീസ് ചെയ്ത് കാണും, നിങ്ങൾക്കാർക്കും ലോഗൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലോഗൗട്ട് സെക്ഷൻ അവിടെ കാണാനില്ല എന്ന കാര്യം. അതൊരു മിസ്റ്റേക്ക് അല്ല, അത് തന്നെയാണ് ഈ ഗെയിമിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. നെർവ് ഗിയർ പുറത്തുള്ള ആളുകൾക്ക് ആർക്കും ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉരുമാറ്റാനോ കഴിയില്ല എന്നും ആ കയാബ വന്ന് പറയാണ്. സോ ഇയാൾ ഈ ഗെയിമിലേക്ക് കുറേയധികം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും. ഇനിയും നിങ്ങൾ ഈ ഗെയിമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയാണ് കയാബ. ഇപ്പോൾ തന്നെ 213 പേര് ഈ ഗെയിമിൽ നിന്നും അതുപോലെ ശരിക്കുള്ള വേൾഡിൽ നിന്നും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അതായത് 213 ആളുകൾ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. സോ ഇത് കണ്ട് എല്ലാവരും ഷോക്കാവാണ്. സോ കയാബ ആ 213 പേരുടെയും ഐഡിയും കാര്യങ്ങളൊക്കെ അവർക്കെല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. സോ ഇത് കണ്ട് ആകെ കിളി പോയി നിൽക്കുകയാണ് നമ്മുടെ കെവിനും കിറിറ്റോയും. സോ നിങ്ങളുടെ HP 0 കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടും മരിക്കും, അതായത് നെർവ് ഗിയർ നിങ്ങളുടെ തല ചൂടാക്കി പൊട്ടിത്തെറിപ്പിക്കും എന്ന് പറയാണ് കയാബ. സോ നമ്മുടെ ഹീറോ ആയിട്ടുള്ള കിറിറ്റോ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുകയാണ്, അതായത് അവന് മരിക്കുന്നത്. സോ അവിടെ എല്ലാവരും ആകെ ഭയന്ന് നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ എയിൻക്രാഡിലെ ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഈ താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലേക്കുള്ള എല്ലാ ഫ്ലോറുകളും കടന്നു വരണം. അതായത് ഓരോ ഫ്ലോറിലുമുള്ള ബോസുകളെ തീർക്കണം, അതായത് ബോസുകളെ അടിച്ച് തോൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് അടുത്ത ഫ്ലോറിലേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ ഫ്ലോറും ക്ലിയർ ചെയ്ത് 100ാമത്തെ ഫ്ലോറിലുള്ള ബോസിനെയും തീർത്താൽ മാത്രമേ അവർക്ക് റിയൽ വേൾഡിലേക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് പറയാണ് കയാബ. സോ അവർക്ക് എന്തൊരു സാധനം കയാബ കൊടുക്കുകയാണ്. എല്ലാവരും ഇതെടുത്ത് നോക്കിയതും ഒരു കണ്ണാടി പോലെ എന്തായിരുന്നു. സോ അവിടെ എല്ലാവരും എന്തോ സംഭവിക്കുകയാണ്. സോ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും പ്രായം കുറഞ്ഞതുപോലെ. സോ അവരാദ്യമായിട്ട് നെർവ് ഗിയർ ഇടുന്ന സമയത്തുണ്ടായിരുന്നത് അതുപോലത്തെ ഒരു ഫീലാണ് ഇപ്പോൾ അവർക്ക് തമ്മിൽ കാണുന്ന സമയത്ത് തോന്നുന്നത്. അതായത് നെർവ് ഗിയർ ഇടുമ്പോൾ എങ്ങനെയാണോ അവർ കാണാൻ അതേപോലെ തന്നെയാണ് അവർക്കിപ്പോൾ കാണുമ്പോൾ തോന്നുന്നത് എന്നാണ് കിറിറ്റോ വരുന്നത്. അതായത് നെർവ് ഗിയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തല ഒരു നെർവ് ഗിയറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഷേപ്പ് പോലെ ആ ഒരു ഫീലിങ്സ് കൊണ്ടുവരണം. അവിടെ തന്നെ അവരുടെ പ്രായം കുറഞ്ഞതുപോലെ അവർക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഈ സോർഡ് ആർട്ട് ഓൺലൈൻ എന്ന വേൾഡ് ഉണ്ടാക്കാൻ ഒരേ ഒരു കാരണമുള്ളൂ, അതായത് എൻ്റെ വെറും ഒരു എൻജോയ്മെൻറ്റിന് മാത്രമാണ് ഞാൻ ഈ ഗെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ എൻ്റെ മിഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിനി നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ കണ്ട് നോക്കി നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് അപ്രത്യക്ഷമായി പോവാണ്. സോ കിറിറ്റോൻ്റെ ബാക്ക് വോയിസാണ് കേൾക്കുന്നത്. അതായത് ഒരാൾ ഒരു വിർച്വൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് എല്ലാ ആളുകളെയും അതിനുള്ളിൽ പെടുത്തിക്കൊണ്ട് അവൻ
സന്തോഷിക്കുന്നു. കയാബ എന്ന് പറഞ്ഞ് കിറിറ്റോ ദേഷ്യപ്പെടുകയാണ്. കുറേ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം എന്തൊരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ എല്ലാവരും ടെൻഷനാവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എനിക്ക് ലോകോട്ടാവണം എന്ന പോലെ ആകെ ഓടിയതാവാണ്. സോ പെട്ടെന്ന് തന്നെ അവരവിടെ നിൽക്കുകയാണ്. സോ അങ്ങനെ കിറിറ്റോ കെവിനെയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്. ഞാൻ എന്തായാലും അടുത്ത സീനിലേക്ക് പോവുകയാണ്, നീയും എൻ്റെ കൂടെ വേണം. അവൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ നമുക്ക് എന്തായാലും സ്ട്രോങ്ങറായേ പറ്റൂ എന്ന് പറയാണ് കിറിറ്റോ. നമ്മുടെ കയ്യിലെല്ലാം ക്യാഷും EXP കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡാണ് എന്നുകൂടി കിറിറ്റോ അവനോട് പറയുന്നുണ്ട്. ഹേ കിറിറ്റോ, നിനക്കറിയോ ഞാൻ പല രാത്രികൾ അധ്വാനിച്ചിട്ടാണ് SAO എന്ന ഗെയിം കുറേ പ്രതീക്ഷകൾ വെച്ച് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് കുറേയധികം ഫ്രണ്ട്സിനെ കണ്ടുമുട്ടാം എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ് കെവിൻ. സോ ഇനി അതൊന്നും കുഴപ്പമില്ല എന്ന് കെവിൻ അവനോട് തന്നെ പറയാണ്. നീ എന്തായാലും എന്നെ പറ്റി ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. നീ എനിക്ക് പഠിപ്പിച്ചെന്ന സ്കിൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ എങ്ങനെയും ഇവിടെ സർവൈവ് ചെയ്യാം എന്ന് പറയാണ് കെവിൻ. സോ അവർക്ക് രണ്ടുപേർക്കും നല്ല വശമുണ്ട്. എന്നാലും കിറിറ്റോക്ക് എങ്ങനെയും ഈ ഗെയിം ജയിച്ചേ പറ്റുള്ളൂ. അവൻ വിജയിച്ചാൽ മാത്രമേ ഈ ലോകത്തുള്ള എല്ലാവരെയും സംരക്ഷിക്കാൻ കിറിറ്റോക്ക് പറ്റുള്ളൂ. സോ അതിനിടയിൽ കെവിനൊരു തടസ്സമാവരുതെന്ന് എഴുതിയിട്ടാണ് കെവിൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് കിറിറ്റോക്ക് മനസ്സിലാവാണ്. സോ കിറിറ്റോ അവൻ്റെ പഴയ കാര്യങ്ങളും ഭൂമിയിലുള്ളതും ഒക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് ആകെ ദേഷ്യം പിടിച്ച് ഓടുന്ന സമയത്ത് അവിടെ അവൻ്റെ മുന്നിലേക്ക് ഒരു ഫോക്സ് വരാണ്. സോ അവൻ്റെ സോഡ ആർട്ട് ഉപയോഗിച്ച് ആ ഫോക്സിനെ അങ്ങ് തീർത്ത് കളയാണ്. സോ ഇവിടെ ചെന്നിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ ബൈ.